ദക്ഷിണ മൂകാംബിക എന്ന പേരിൽ പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രത്തിലാണ് നാം ഇപ്പോഴുള്ളത്. കേരളത്തിലെ പ്രശസ്തമായ സരസ്വതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിൽ ചിങ്ങവനത്തിനടുത്തുള്ള പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. സരസ്വതി പ്രതിഷ്ഠ വരുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രമുണ്ടായിരുന്നു. അതിനാൽ തന്നെ മഹാവിഷ്ണുവിന് പ്രാധാന്യം നൽകിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഒറ്റ നില ചതുര ശ്രീകോവിലാണിവിടെ. 3 അടി ഉയരമുള്ള ശിലാനിർമ്മിതമായ മഹാവിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഉപദേവന്മാരായി ശിവൻ, ശാസ്താവ്, ഗണപതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരുടെ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനമെങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്ര കവാടമുള്ളത്. ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല. എന്നാൽ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ആനക്കൊട്ടിലും 4 ഭാഗത്തും ശീവേലിപ്പുരകളുമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഊരാൺമക്കാർ കിഴുപ്പുറം, കരുനാട്, കൈമുക്ക് എന്നീ ബ്രാഹ്മണ കുടുംബങ്ങളായിരുന്നു. ഇതിൽ കിഴുപ്പുറം ഇല്ലത്തെ ഒരു നമ്പൂതിരിക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വച്ചുണ്ടായ ഒരു ദൈവിക അനുഭവത്തിന്റെ ഫലമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. തന്റെ ഭക്തനായ കിഴുപ്പുറം നമ്പൂതിരിക്കൊപ്പം കൊല്ലൂരിൽ നിന്നും ഇവിടെ എത്തിയ സരസ്വതി ദേവി പനച്ചിക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥ വളരെ വിശദമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. കിഴുപ്പുറത്തില്ലത്തെ നമ്പൂതിരിക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും ഇല്ലാണ്ടായി. ചെറുപ്പത്തിൽ തന്നെ ഒരു 50 വയസ്സ് 52 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം കാശിയിലേക്ക് ഇവിടുന്ന് പോയി കാശിക്ക് പോകുന്നു വിചാരിച്ചിട്ട്, പക്ഷേ അദ്ദേഹം കൊല്ലൂർ മൂകാംബികയിൽ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയും തീവ്ര തപസ്സായിട്ട് തന്നെ ദേവിയെ ഭജിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നാൾ ഭക്തൻ്റെ മുമ്പിൽ ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ അടുത്ത കരുനാട് എന്ന് പറഞ്ഞ ഇല്ലത്ത് ഒരു ടിൻസ് ഉണ്ടാകും, അപ്പോൾ അതിലൊരു കുട്ടിയെ ചോദിച്ച് ദത്തെടുത്ത് കുടുംബം നിലനിർത്തുക. കാരണം അങ്ങ് ഈ പ്രായത്തിൽ ഇവിടെ വന്നപ്പോൾ ഇല്ലത്തുള്ളവരൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങ് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഇവിടെ തിരിച്ച് നാട്ടിൽ വന്ന് അടുത്ത ഇല്ലത്ത് പോയി ചോദിച്ചപ്പോൾ ഒരു വിശേഷമായിട്ടുണ്ട്, 2 പേരുണ്ടാകുക, ഒരാളെ തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടുകൂടി മുമ്പേ ഉണ്ടായിരുന്ന മഹാവിഷ്ണു ക്ഷേത്ര ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ ഇറങ്ങി സ്നാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുട എടുക്കുമ്പോൾ അത് പൊന്തണില്ല. അപ്പോൾ വീണ്ടും ദേവിയുടെ ഒരു ശരീരം ഉണ്ടായി, എൻ്റെ ഒരു ചൈതന്യം അങ്ങയുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്തുള്ള ഒരു ജലാശയത്തിൽ ഒരു വനദുർഗയുടെ ബിംബം പണ്ട് മുനിമാരൊക്കെ പൂജിച്ചുകൊണ്ടിരുന്നൊരു വലിയ ശക്തിയുള്ള ഒരു വനദുർഗയുടെ ബിംബം കിടക്കുന്നുണ്ട്, അത് കണ്ടുപിടിച്ച് അതിൽ വേണം എൻ്റെ ചൈതന്യം പ്രതിഷ്ഠിക്കാനെന്ന് പറഞ്ഞു. അതൊരു യക്ഷിയുടെ കാവലില്ല എന്നും പറഞ്ഞു. ഒരു വറ നിവേദ്യമൊക്കെ കഴിച്ച് യക്ഷിയെ പ്രീതിപ്പെടുത്തിയാൽ അത് എടുക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് കണ്ടുപിടിക്കുകയും യക്ഷിയെ പ്രീതിപ്പെടുത്തി ആ വനദുർഗയുടെ ബിംബത്തിലാണ് കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് എത്തിയ സരസ്വതി ദേവിയുടെ ചൈതന്യം കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. അപ്പം ആ മൂലബിംബത്തിന് ദേവീ ചൈതന്യം കൂടി ആയപ്പോൾ 10 മടങ്ങ് ശക്തിയായി. അപ്പോൾ അത്രയ്ക്ക് തപശക്തിയും വിൽ പവർ ഉള്ളവരും അതിൽ ആരാധിച്ചാൽ മതി. സാധാരണക്കാർക്ക് ആരാധിക്കാൻ വേറൊരു ബിംബം ഉണ്ടാക്കി വെച്ച് പൂജിക്കാൻ പറഞ്ഞ ബിംബത്തുമ്പിലാണ് മൂലബിംബത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന ചൈതന്യങ്ങൾ ഒരു മിറർ, ഒരു കണ്ണാടിയിലേക്ക് പ്രതിഫലിച്ച് ആ കണ്ണാടിയിൽ നിന്ന് ഭക്തരിലേക്ക് ചൈതന്യം പ്രവഹിക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മളുടെ ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പം നമ്മൾ കാണുന്നത് പടിഞ്ഞാട്ടേക്ക് ദർശനമായിരിക്കുന്ന പ്രതിബിംബത്തെയാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. മൂലബിംബം അവിടെ ആ വള്ളിക്കാടിനുള്ളിൽ ആ ഒരു ഓലക്കുട ഉണ്ട്, അതിൻ്റെ പുറകെ ഒരു വള്ളിക്കാടിനുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായി ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഒരു കൊച്ചുകുളം നമുക്ക് കാണാം. ഈ കുളത്തിനോട് ചേർന്ന് ഒരു വള്ളിപ്പടർപ്പിനുള്ളിൽ ശ്രീകോവിലും നാലമ്പലവും ഒന്നുമില്ലാതെ ഒരു ചെറിയ കുഴിയിലാണ് കിഴക്കോട്ട് ദർശനമായി സരസ്വതി ദേവിയുടെ മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വള്ളിപ്പടർപ്പുകളാൽ സരസ്വതി വിഗ്രഹം പൂർണ്ണമായും മൂടപ്പെട്ടിട്ടുള്ളതിനാൽ ആർക്കും കാണാൻ സാധിക്കില്ല. അതിനാൽ ഈ വിഗ്രഹത്തിന് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള അർച്ചനാ വിഗ്രഹത്തിലാണ് നിത്യപൂജകളും നിവേദ്യവും നടത്തിവരുന്നത്. സരസ്വതി വിഗ്രഹത്തിൽ ചുറ്റിപ്പടർന്നു കിടക്കുന്നത് ദിവ്യമായ സരസ്വതി ലതയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു വരുന്നത്.
മൂലവിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന തെളിനീരുറവയാണ് മുന്നിൽ കാണുന്ന കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അതിനാൽ ദിവ്യമായ സരസിൽ കുടികൊള്ളുന്നതുകൊണ്ട് സരസ്വതി എന്ന പേരും ഇവിടെ അന്വർത്ഥമാക്കപ്പെടുകയാണ്. ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള വെള്ളവും ഈ കുളത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ നിന്നുള്ള നീരുറവ ഒരു ഓവുചാലിലൂടെ തൊട്ടടുത്തുള്ള കൊടൂരാറ്റിലേക്കാണ് ഒഴുകിയെത്തുന്നതെന്നും കരുതപ്പെടുന്നു. ഇവിടെ ഭക്തർ കുഴിയുടെ മുകളിൽ നിന്നും ദേവിയെ പ്രാർത്ഥിക്കുന്ന രീതിയിലാണ് ക്ഷേത്രസങ്കല്പം. സരസ്വതി ദേവിയുടെ നടയ്ക്ക് നേരെ മുകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇലഞ്ഞിയും ഏഴിലം പാലയും തീർത്ത തണലിലാണ് യക്ഷിയുടെയും ബ്രഹ്മരക്ഷസിൻ്റെയും പ്രതിഷ്ഠകൾ. ഒരടി ഉയരം വരുന്ന ശിവലിംഗ തുല്യമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ബ്രഹ്മരക്ഷസിൻ്റെ സ്ഥാനം. വിശ്വാസമനുസരിച്ച് ഈ ക്ഷേത്രത്തിലെ സരസ്വതി സാന്നിധ്യത്തിന് കാരണമായ കിഴിപ്പുറത്ത് നമ്പൂതിരിയുടെ ആത്മാവാണ് ഇവിടെ ബ്രഹ്മരക്ഷസായി കുടികൊള്ളുന്നത്. തൊട്ടടുത്തായി നമുക്ക് യക്ഷിയുടെ പ്രതിഷ്ഠയും കാണാം. അത്യുഗ്രദേവതയായ യക്ഷിയെ ആവാഹിച്ച ശേഷമാണ് സരസ്വതി ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും ഭക്തർ വിശ്വസിച്ചു വരുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ദേവതയാണ് സരസ്വതി ദേവി. അതിനാൽ തന്നെ സരസ്വതി പൂജയാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിന് ധാരാളം ഭക്തജനങ്ങളാണ് ദേവിയെ തൊഴാനായി ഇവിടെ എത്തിച്ചേരുന്നത്. ദുർഗാഷ്ടമി ദിവസം പ്രത്യേകം തയ്യാറാക്കുന്ന രഥമണ്ഡപത്തിൽ വിശിഷ്ട താളിയോല ഗ്രന്ഥങ്ങളോടൊപ്പം പാഠപുസ്തകങ്ങളും സാഹിത്യകൃതികളും മറ്റു വിലപ്പെട്ട ഗ്രന്ഥങ്ങളും പൂജയ്ക്ക് സമർപ്പിക്കുക പതിവാണ്. നവരാത്രിയുടെ അവസാന ദിവസമായ വിദ്യാരംഭത്തിന് അഭൂതപൂർവമായ തിരക്കാണിവിടെ. അന്നേ ദിവസം നാടിൻ്റെ നാനാദിക്കിൽ നിന്നും അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാനായി ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അച്ഛനമ്മമാരുടെ കൈ പിടിച്ച് ദേവീ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ദുർഗാഷ്ടമി, മഹാനവമി എന്നിവ ഒഴികെ എല്ലാ ദിവസവും വിദ്യാരംഭം നടക്കുന്നു എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. നവരാത്രി ദിവസങ്ങളിൽ ശാസ്ത്രീയ സംഗീത നൃത്തങ്ങളുടെ അവതരണവും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. വിദ്യാദേവതയായ സരസ്വതിയുടെ അനുഗ്രഹം തേടി തലമുറകൾ കടന്നും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യസ്ഥാനമാണ് പനച്ചിക്കാട്. കേരളത്തിലെ വിദ്യാ ആരാധനയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. സ്ത്രീത്വത്തിൻ്റെ ശക്തി ചൈതന്യമാണ് ദേവീ സങ്കല്പം. ആ ശക്തി ചൈതന്യത്തെ നാം വൈവിധ്യമാർന്ന ദേവീഭാവങ്ങളിൽ ആരാധിക്കുന്നുവെന്ന് മാത്രം. നവരാത്രി കാലത്ത് ഈ സരസ്വതി സ്ഥാനത്തെ സന്ദർശിക്കുന്നത് ഒരു യാത്ര മാത്രമല്ല, അറിവിൻ്റെയും ഭക്തിയുടെയും ദീപ്തമായ അനുഭവം കൂടിയാണ്.